ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കേരളവാണി ഒരുക്കുന്ന നോൻപുകാല ചിന്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുന്ന വിഷയം കിരീടം, മുൾക്കിരീടം എന്നിവയെക്കുറിച്ചാണ്. കിരീടം ഒരു സ്ഥാനചിഹ്നമാണ്. അത് മഹത്വത്തിൻ്റെ അടയാളമാണ്. ഒരു മനുഷ്യനെ രാജാവായി അഭിഷേകം ചെയ്യുമ്പോഴും ഏതെങ്കിലും ഉന്നത സ്ഥാനം കരസ്ഥമാക്കുമ്പോഴും അതിനെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള കിരീടം അണിയിക്കുക പണ്ട് കാലത്തെ വലിയൊരു ചടങ്ങായിരുന്നു. ഇതിനെ കീഴ്മേൽ മറിച്ച് കാണിക്കാൻ, ക്രിസ്തുവിനെ കൂടുതൽ അവഹേളിക്കാൻ, വേദനിപ്പിക്കാൻ യഹൂദർ ക്രിസ്തുവിൻ്റെ ശിരസിൽ മുൾക്കിരീടം അടിച്ചു കയറ്റി. പൊൻകിരീടത്താൽ തിളങ്ങേണ്ട ശിരസ് മുൾക്കിരീടത്താൽ നിണമണിഞ്ഞതായി തീർന്നു. വിഷമുള്ളുകളാൽ നിർമ്മിച്ചതായിരുന്നു ആ മുൾക്കിരീടം എന്ന് പറയപ്പെടുന്നു. അതിൻ്റെ പ്രത്യേകത, അത് ശരീരത്തിൽ കയറിയാൽ ശരീരം മുഴുവൻ കടുത്ത വേദനയായിരിക്കും. സാധാരണ ഒരു മുള്ള് നമ്മുടെ കാലിൽ കയറിയാൽ നമ്മൾ ഉടനെ കാല് വലിക്കും. ശരീരത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രകൃതിയാൽ തന്നെ ശരീരത്തിലുള്ള ഒരു പ്രക്രിയയാണിത്. യേശു ഈ സഹനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി സഹനത്തെ ഉള്ളിലൊതുക്കി മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി സഹിച്ചു. ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള സഹനമായിരുന്നു യേശുവിൻ്റേത്. അവിടുന്ന് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. ഈ സഹനങ്ങളും അപമാനങ്ങളും യേശു ഏറ്റെടുത്തത് നമുക്ക് വേണ്ടിയാണ്. സഹനം അസഹനീയമായി തീർന്നപ്പോഴും നിശബ്ദനായി സഹിച്ചുകൊണ്ട് അവിടുന്ന് നമുക്ക് സ്വർഗീയ കിരീടം നേടിത്തന്നു. ഏറ്റവും നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി പോലും പരാതികളും ആവലാതികളും അസംതൃപ്തിയും നമ്മിൽ നിന്ന് ഉയരുമ്പോൾ നഷ്ടമാകുന്നത് കുറേ അനുഗ്രഹങ്ങളാണ്. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും വില ഭൂമിയിലെ ഏതൊരു കിരീടത്തെക്കാളും മൂല്യമുള്ളതാണ്. പരാതി കൂടാതെയുള്ള സഹനങ്ങൾ ദൈവത്തിന് സ്വീകാര്യമാകുന്നു. അതിന് മാത്രമേ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയുള്ളൂ. സഹനങ്ങളാകുന്ന മുള്ളുകളെ കൃപകളാക്കി മാറ്റുന്നതിലാണ് ഒരുവൻ്റെ ജീവിത വിജയം അടങ്ങിയിരിക്കുന്നത്. ചെറുതും വലുതുമായ കഷ്ടതകളും സഹനങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ക്ഷമയോടെ സ്വീകരിച്ച് സ്വയവിശുദ്ധീകരണത്തിനും ആത്മാക്കളുടെ മോക്ഷത്തിനും വേണ്ടി കാഴ്ചവെക്കുമ്പോൾ അവ നമുക്ക് സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ ആയിത്തീരും. യേശുവിനെ പ്രതി സഹിക്കാൻ സന്നദ്ധരാകുന്നവരാണ് സ്വർഗീയ മഹത്വത്തിൽ പങ്കുകാരാകുന്നത്. ദൈവദാസി മദർ കാർല നമ്മളോട് പറയുന്നത് ഇപ്രകാരമാണ്: കർത്താവിൻ്റെ സഹനത്തിൽ പങ്കുചേരാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. കർത്താവിനെ പോലെ ക്രൂശിതനാകാൻ സാധിച്ചില്ലെങ്കിലും അവിടുത്തെ സഹനത്തിൽ പങ്കുചേരാൻ പരിശുദ്ധ അമ്മയോടൊപ്പം കുരിശിൻ്റെ കീഴിൽ നമുക്കായിരിക്കാം. സഹിക്കേണ്ടത് എങ്ങനെയെന്ന് യേശുവിൻ്റെ മുൾക്കിരീടത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം. ശാന്തനായി ധീരതയോടെ യേശു പരിഹാസ രാജാവായത് ഈ ലോക സുഖങ്ങൾക്കപ്പുറമുള്ള നിത്യസൗഭാഗ്യം നമുക്ക് നേടിത്തരാനാണ്. അത് സ്വന്തമാക്കാൻ യേശുവിൻ്റെ സ്നേഹത്തിന് പ്രതിസമ്മാനം നൽകാൻ ആത്മീയ ഉണർവോടെ ജീവിക്കാം. ഈ തപസ്സുകാലം അനുഗ്രഹത്തിൻ്റെ കാലമാക്കി തീർക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.